Good morning, students. നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിലെ മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. സിഗ്മ k equal to 1 to infinity 3k cube minus 2k square plus 4 divided by k raised to 7 minus k cube plus 2. അപ്പോൾ ഇത് നമുക്ക് ഈ സീരീസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ നോക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിന്റെ വർക്കിംഗ് പ്രൊസീജിയർ എന്താണ്? ആദ്യം തന്നെ ഫസ്റ്റ് പോയിന്റ് തന്നിരിക്കുന്ന സീരീസിനെ സിഗ്മ ak എന്ന് നമ്മൾ എടുക്കുന്നു. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഒരു പുതിയ സീരീസ് നമ്മൾ ഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ സിഗ്മ bk എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ആ പുതിയ സീരീസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? റോ കണ്ടുപിടിക്കുന്നു. റോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ak ബൈ bk. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോയും ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയും ആണെങ്കിൽ ബോത്ത് സീരീസ് ഐദർ കൺവെർജസ് ഓർ ഡൈവർജസ്. നമുക്ക് കിട്ടിയ പുതിയ സീരീസ് കൺവെർജ് ആണെങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന പ്രോബ്ലം കൺവെർജന്റ് ആണ്. അത് ഡൈവർജന്റ് ആണെങ്കിൽ ഇതും ഡൈവർജന്റ് ആണ്. നമുക്ക് പ്രോബ്ലം നോക്കാം. നമ്മുടെ പ്രോബ്ലം ഇതാണ്. സിഗ്മ k equal to 1 to infinity 3k cube minus 2k square plus 4 divided by k raised to 7 minus k cube plus 2. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സീരീസിനെ സിഗ്മ ak എന്ന് എടുക്കാം. സിഗ്മ ak k equal to 1 to infinity. അപ്പോ സിഗ്മ k equal to 1 to infinity 3k cube minus 2k square plus 4 divided by k raised to 7 minus k cube plus 2. ഇതാണ് തന്നിരിക്കുന്ന സീരീസ്. ഈ സെക്കൻഡ് പോയിന്റ് എന്താണ്? ഒരു പുതിയ സീരീസ് ഫോം ചെയ്യാം. പുതിയ സീരീസ് നമുക്ക് ഫോം ചെയ്യണം. സിഗ്മ k equal to 1 to infinity bk. അതെന്താണ് ഫോം ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിലെ ഇവിടെ കെയുടെ ഏറ്റവും വലിയ പവർ ഏതാണ്? k ക്യൂബ് ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതാം 3k ക്യൂബ്. ഡിനോമിനേറ്ററിലെ വലിയ പവർ ഏതാണ്? k raised to 7. ഇങ്ങനെ എഴുതാം. അപ്പൊ സിഗ്മ k equal to 1 to infinity നമ്മുടെ പുതിയ സീരീസ് നമ്മൾ ഫോം ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് ആണ് ഫോം എ ന്യൂ സീരീസ്. അപ്പൊ സിഗ്മ k equal to 1 to infinity 3k cube by k raised to 7. അത് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ k equal to 1 to infinity 3 into 1 by k raised to 4 എന്ന് എഴുതാം. ഈ k ക്യൂബും ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എന്ത് കിട്ടും? 3 into 1 by k raised to 4 കിട്ടും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ k equal to 1 to infinity 1 by k raised to 4 എന്ന് എഴുതാം. ഇനി സിഗ്മ k equal to 1 to infinity 1 by k raised to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ 1 by k raised to p ഫോമിൽ ആണ്. 1 by k raised to p എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു p സീരീസ് ആണ്. p സീരീസ് എപ്പോഴാണ് കൺവെർജ് ആവുന്നത്, എപ്പോഴാണ് ഡൈവർജ് ആവുന്നത്? പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ സീരീസ് കൺവെർജ് ആയിരിക്കും. പിയുടെ വാല്യൂ 0 ലെസ് ദാൻ p ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ആ സീരീസ് എന്തായിരിക്കും? ഡൈവർജന്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് പിയുടെ വാല്യൂ എന്താണ് കിട്ടിയിരിക്കുന്നത്? പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. പിയുടെ വാല്യൂ 4 ആണ് അല്ലെ? p is equal to 4 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. therefore given സീരീസ് പുതിയ സീരീസ് എന്താണ്? പുതിയ സീരീസ് കൺവെർജന്റ് ആണ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. നമ്മൾ ആ പുതിയ സീരീസ് ഇവിടെ നമുക്ക് കണ്ടുപിടിച്ച എന്താണ്? കൺവെർജന്റ് ആണെന്ന് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പുതിയ സീരീസ് ഒരു പി സീരീസ് ആണെന്ന് മനസ്സിലായി. പി സീരീസിലെ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ സീരീസ് എന്തായിരിക്കും? ആ സീരീസ് കൺവെർജന്റ് ആയിരിക്കും. 0 ലെസ് ദാൻ p ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിലോ ഡൈവർജന്റ് ആയിരിക്കും. അപ്പോൾ പുതിയ സീരീസ് ഈ ഒരു പ്രോബ്ലത്തിൽ കൺവെർജന്റ് ആണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? നാലാമത്തെ പോയിന്റ് റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ak by bk. ഈ ഫോർമുല ഉപയോഗിച്ച് റോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ak എന്താണ്? 3k ക്യൂബ് minus 2k square plus 4 divided by k raised to 7 minus k cube plus 2 divided by bk എന്താണ്? bk എന്ന് പറഞ്ഞാൽ 3 by k raised to 4. ഇതാണ്. ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. This is equal to limit k tends to infinity 3k cube minus 2k square plus 4 divided by k raised to 7
minus k cube plus 2 into k raised to 4 by 3. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ ന്യൂമറേറ്ററിൽ 3k ക്യൂബ് മൈനസ് 2 k സ്ക്വയർ പ്ലസ് 4 എന്നുണ്ട് ഇൻറ്റു k raised 4. ഡിനോമിനേറ്ററിൽ എന്താണുള്ളത്? k raised 7 മൈനസ് k ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 3 എന്നാണുള്ളത്. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിൽ ഞാൻ k ക്യൂബ് പുറത്തെടുക്കുകയാണ്. പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും? 3 വരും. ഇവിടെ നമുക്ക് 2/k എന്ന് വരും പ്ലസ് 4/k ക്യൂബ് വരും ഇൻറ്റു k raised 4. താഴെ നമ്മൾ എന്ത് പുറത്തെടുക്കുന്നു? k raised 7 പുറത്തെടുക്കുകയാണ്. പുറത്തെടുക്കുമ്പോൾ ഇവിടെ 1 വരും. ഇവിടെ നമുക്ക് എന്ത് വരും? 1/k raised 4 വരും. ഇവിടെ നമുക്ക് എന്ത് വരും? 2/k raised 7 വരും ഇൻറ്റു. അപ്പൊ k raised 7 ഇത് ഗുണിച്ച് കഴിയുമ്പോൾ k ക്യൂബ് വരും, 2 എന്ന് വരും ഇൻറ്റു 3 എന്ന് വരും. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിൽ നിന്ന് k ക്യൂബ് ഇവിടെ പുറത്തെടുത്തു. ഇവിടെ ഒരു k raised 4 ഉണ്ട്. ഡിനോമിനേറ്ററിൽ നിന്ന് k raised 7 പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? 1 മൈനസ് 1/k raised 4 പ്ലസ് 2/k raised 7. ഇനി ഇതില് ഈ k ക്യൂബ് ഇൻറ്റു k raised 4 എന്ന് പറഞ്ഞാൽ എത്രയാ? k raised 7 ആണ്. അതും ഇതും ക്യാൻസൽ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? kക്ക് ഇൻഫിനിറ്റി കൊടുക്കുക. kക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 2/k എന്തായിട്ട് മാറും? 0 ആയി പോകും. 4/k ക്യൂബ് എന്തായിട്ട് മാറും? 0 ആയി പോകും. 1/k raised 4 എന്താവും? 0 ആവും. 2/k raised 7 എന്താവും? 0 ആവും. അപ്പൊ 1, 2, 3 ഈ 4 ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ബാക്കി നമുക്ക് ഇതിൽ എന്താണ് കിട്ടുന്നത്? ഈ 3 കട്ടാവും. ബാക്കി നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാ? 1 എന്ന് കിട്ടും. അപ്പൊ റോയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. എന്ന് പറഞ്ഞാൽ റോ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫൈനൈറ്റ്. നാലാമത്തെ പോയിന്റ് ആണ്. അഞ്ചാമത്തെ പോയിന്റ് റോ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫൈനൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന പുതിയതായിട്ട് കണ്ടുപിടിച്ച ന്യൂ സീരീസ് നമുക്കൊരു പി സീരീസ് ആണെന്ന് മനസ്സിലായി. ഈ ഒരു പ്രോബ്ലത്തിൽ ആ പി സീരീസ് പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതിന്റെ പേരിൽ അത് കൺവർജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Therefore, our conclusion എന്താണ്? നമ്മുടെ given series is convergent. ആ പുതിയ സീരീസ് കൺവർജന്റ് ആയതുകൊണ്ട് ഇതും കൺവർജന്റ് ആയിരിക്കും. That is sigma k equal to 1 to infinity 3k cube minus 2k square plus 4 divided by k raised to 7 minus k cube plus 2 into k raised to 4 by 3 is convergent. ഇങ്ങനെയാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിന്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന സീരീസിനെ സിഗ്മ എക്ക് എന്നെടുത്തു. അതിനെ ബേസ് ചെയ്ത് പുതിയ സീരീസ് ഫോം ചെയ്തു. ഇവിടെ പുതിയ സീരീസ് ഫോം ചെയ്ത പുതിയ സീരീസ് എന്ത് സീരീസ് ആണ്? ഒരു പി സീരീസ് ആയിരുന്നു. പി സീരീസിൽ ഇവിടെ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതിന്റെ പേരിൽ ആ പുതിയ സീരീസ് നമ്മൾ കൺവർജന്റ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത പോയിന്റ് എന്താ? റോ കാൽക്കുലേറ്റ് ചെയ്തു. റോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ak/bk. അങ്ങനെ ഇവിടെ റോ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫൈനൈറ്റ് ക്വാണ്ടിറ്റിന്ന് കിട്ടി. അങ്ങനെ റോ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫൈനൈറ്റ് ക്വാണ്ടിറ്റിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫോം ചെയ്ത ന്യൂ സീരീസ് കൺവർജന്റ് ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഗിവൺ സീരീസ് എന്തായിരിക്കും? കൺവർജന്റ് ആയിരിക്കും. ബോത്ത് ദ സീരീസ് ഐദർ കൺവർജ് ഓർ ഡൈവർജ് ആണ്. പുതിയ സീരീസ് കൺവർജ് ആയതുകൊണ്ട് ഈ സീരീസ് കൺവർജ് ആണ്. ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. വർക്കിംഗ് പ്രൊസീജിയർ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോബ്ലത്തില് ഇന്ന ടെസ്റ്റ് എന്നൊന്നും പറയില്ല. നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം. ഏത് ടെസ്റ്റാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ഈ ഓരോ പോയിന്റും കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക. ഓരോ പോയിന്റിലും നമുക്ക് മാർക്കുണ്ട്. തന്നിരിക്കുന്ന സീരീസിന് നമ്മൾ സിഗ്മ എക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിൽ നിന്ന് പുതിയൊരു സീരീസ് ഫോം ചെയ്യുന്നു. അതിനുശേഷം അതിന് കൺവർജ് ആണോ ഡൈവർജന്റ് ആണോ നോക്കുന്നു. ചില കേസിൽ ഇപ്പൊ എല്ലാ കേസിലും പി സീരീസ് വന്നൊന്നുമില്ല. ചില കേസിൽ ഇപ്പൊ ജോമെട്രി സീരീസ് വരാം. അപ്പൊ ഏത് സീരീസ് വന്നാലും അതിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് അത് കൺവർജ് ആണോ ഡൈവർജ് ആണോ ചെക്ക് ചെയ്യുക. അതിനുശേഷമാണ് റോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0യും ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയും വന്നാൽ നമ്മൾ പുതിയ സീരീസ് കൺവർജ് ആണെങ്കിൽ ഇത് ഗിവൺ സീരീസ് കൺവർജന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ന്യൂ സീരീസ് ഡൈവർജന്റ് ആണെങ്കിൽ ഡൈവർജന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് എല്ലാവരും ചെയ്ത് പഠിക്കുക. ഈ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ k ക്യൂബ് ആണ് പുറത്തെടുത്ത്. k ക്യൂബ് പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. അതിനുശേഷമാണ് k ഇൻഫിനിറ്റി കൊടുക്കുന്നത്. അപ്പൊ kയുടെ വാല്യൂ എഴുതാകുമ്പോൾ ഇത് 0 ഇത് 0 ഇത് 0 ഇത് 0. പിന്നെ നമുക്ക് ബാലൻസ് ഉള്ളത് 3 മാത്രമാണ്. മുകളിൽ താഴെ ഒരു 3 ഉണ്ട്. 3 കട്ടായി കഴിയുമ്പോൾ 1 വരും. റോ ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി ആൻഡ് ഫൈനൈറ്റ്. Therefore given series is convergent. Okay, എല്ലാവരും എഴുതിയിരിക്കട്ടെ.